നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. തിരഞ്ഞെടുപ്പ് ചിത്രം പൂർണ്ണം. പത്രികാ സമർപ്പണം പൂർത്തിയായി. സൂക്ഷ്മ പരിശോധന ചൊവ്വാഴ്ച. NDA മറ്റത്തൂർ പഞ്ചായത്ത് തല കൺവെൻഷൻ സംഘടിപ്പിച്ചു. പാലപ്പിള്ളിയിൽ ബൈക്കിൽ കാട്ടുപന്നി ഇടിച്ച് ബൈക്ക് യാത്രക്കാരന് പരിക്ക്. പരിക്കേറ്റത് കാരിക്കുളം സ്വദേശിക്ക്. അളഗപ്പ് നഗർ പഞ്ചായത്തിൽ കുടിവെള്ളക്ഷാമത്തിന് നടപടിയില്ലെന്നാരോപിച്ച് LDF അംഗങ്ങൾ രംഗത്ത്. പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം. തൃശൂർ തലോർ പാതയിൽ നിയന്ത്രണം വിട്ട തടി ലോറി മറിഞ്ഞ അപകടം. യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. പാലിയേക്കര ടോൾ പ്ലാസ മാനേജറെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തിൽ 2 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. 6 വർഷമായി അടച്ചിട്ടിരിക്കുന്ന അളഗപ്പ ടെക്സ്റ്റൈൽസ് അടക്കമുള്ള NTC മില്ലുകൾ തുറന്ന് പ്രവർത്തിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് തൊഴിലാളികളുടെ പ്രതിഷേധം. വാർത്തകൾ വിശദമായി. ആദ്യം തിരഞ്ഞെടുപ്പ് വാർത്തകളുമായി ജനഹിതം 2026. പുതുക്കാട് മണ്ഡലം NDA സ്ഥാനാർത്ഥി A. നാഗേഷ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ജില്ലാ രജിസ്ട്രാർ PK ബിജു മുൻപാകെയാണ് പത്രിക സമർപ്പിച്ചത്. തൃശൂർ നമോ ഭവനിൽ നിന്ന് പ്രകടനമായി പുതുക്കാട് നിയോജക മണ്ഡലം സ്ഥാനാർത്ഥി A. നാഗേഷും ഒല്ലൂർ നിയോജക മണ്ഡലം സ്ഥാനാർത്ഥി ബിജോയ് തോമസും പത്രിക സമർപ്പണത്തിനായി എത്തി. മുൻ കേന്ദ്രമന്ത്രിയും തൃശൂർ പാർലമെന്റ് മണ്ഡലം പ്രഭാരിയുമായ ഭഗവത് കുബൈ, BJP ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്, BJP എറണാകുളം മേഖലാ ട്രഷറർ VV രാജേഷ്, BJP ജില്ലാ ജനറൽ സെക്രട്ടറി PK ബാബു എന്നിവർ സന്നിഹിതരായി. NDA പുതുക്കാട് മണ്ഡലം സ്ഥാനാർത്ഥി A. നാഗേഷിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി മറ്റത്തൂർ പഞ്ചായത്ത് തല കൺവെൻഷൻ ഇത്തുപാടത്ത് സംഘടിപ്പിച്ചു. BJP സംസ്ഥാന സമിതി അംഗം A. ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. BJP മറ്റത്തൂർ മേഖലാ പ്രസിഡന്റ് സുധീർ വെട്ടിയാട്ടിൽ അധ്യക്ഷത വഹിച്ചു. A. നാഗേഷ്, BJP പുതുക്കാട് മണ്ഡലം പ്രസിഡന്റ് അരുൺ പന്തല്ലൂർ, സെക്രട്ടറി രാമദാസ് വയലൂർ, വെള്ളിക്കുളങ്ങര മേഖലാ പ്രസിഡന്റ് സജിത ചന്ദ്രൻ, PK സുബ്രൻ, ജില്ലാ സമിതി അംഗം ശ്രീധരൻ കളരിക്കൽ, പഞ്ചായത്ത് അംഗങ്ങളായ സുനിൽകുമാർ ചിന്നങ്ങത്ത്, അതുൽ കൃഷ്ണ വെട്ടിയാട്ടിൽ, അശ്വതി സുബീഷ്, ഷീജ അജിത് തുടങ്ങിയവർ പ്രസംഗിച്ചു. പുതുക്കാട് മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി KM ബാബുരാജ് ഹരിതകർമ്മ സേനയുടെ പുതുക്കാട് മാലിന്യ സംസ്കരണ യൂണിറ്റ് സന്ദർശിച്ച് വോട്ട് അഭ്യർത്ഥിച്ചു. പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന കാലത്ത് അദ്ദേഹം മുൻകൈ എടുത്ത് സ്ഥാപിച്ച യൂണിറ്റിലെത്തിയ ബാബുരാജിന് വൈകാരികമായ സ്വീകരണമാണ് ലഭിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ യൂണിറ്റിന്റെ പ്രവർത്തനങ്ങൾക്കും സേനാംഗങ്ങളുടെ ക്ഷേമത്തിനുമായി അദ്ദേഹം നൽകിയ നിരന്തരമായ പിന്തുണ പ്രവർത്തകർ സ്നേഹത്തോടെ അനുസ്മരിച്ചു. സേനാംഗങ്ങളുടെ വിവിധ ആവശ്യങ്ങൾ കേട്ട സ്ഥാനാർത്ഥി അവരുടെ പ്രശ്നങ്ങളിൽ കൃത്യമായ ഇടപെടൽ നടത്തുമെന്ന് ഉറപ്പു നൽകി. മണ്ഡലത്തിന്റെ വികസനത്തിനായി തനിക്ക് വോട്ട് നൽകണമെന്നും ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാ പിന്തുണയും ഉറപ്പു നൽകിയാണ് അദ്ദേഹം മടങ്ങിയത്. കോൺഗ്രസ് നേതാക്കളായ രാജു തളിയപ്പറമ്പിൽ, ഷാജു കാളിയങ്കര എന്നിവരും സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായിരുന്നു. നിയമസഭയിലേക്കുള്ള സ്ഥാനാർത്ഥിയായിട്ട് വന്നിരിക്കുക. അപ്പോൾ നിങ്ങളുടെ പ്രസിഡന്റായി 5 കൊല്ലം ഞാൻ നിങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഈ 9-ാം തീയതിയാണ് തെരഞ്ഞെടുപ്പ്. എൻ്റെ ചിഹ്നം കൈ ചിഹ്നമാണ്. നിങ്ങൾ വേറെ ഒന്നും നോക്കണ്ട, എൻ്റെ പേരും എൻ്റെ ചിഹ്നവും നോക്കി വോട്ട് ചെയ്ത് തന്നെ ജയിപ്പിക്കുക. ഞാൻ നിങ്ങളോടൊപ്പം ജീവിച്ച ആളാണ്. ഇനിയും നിങ്ങളോടൊപ്പം തന്നെ ജീവിക്കാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ നിങ്ങളുമായിട്ടുള്ളൊരു ആത്മബന്ധം എന്ന് പറഞ്ഞാൽ ചില്ലറയുള്ള ബന്ധമല്ല. രൂപീകരണ വേളയിലൊക്കെ എത്രയോ പ്രശ്നങ്ങൾ ഹരിതകർമ്മസേനയ്ക്ക് ഞാൻ നിങ്ങളോട് അന്നും ആവർത്തിച്ച് പറഞ്ഞിരുന്നു. ഈ സംവിധാനം ഒരിക്കലും നിൽക്കില്ല, ഈ സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകണം. പ്രാരംഭമായി ചില പ്രശ്നങ്ങളൊക്കെ നമുക്കുണ്ടായിരുന്നെങ്കിലും ഞാൻ പോരുന്നതിന് മുൻപ് നിങ്ങൾക്ക് പറഞ്ഞ എല്ലാ സൗകര്യങ്ങളും ചെയ്തു. അതെൻ്റെ മനസ്സിലുണ്ട്. ഇനിയും നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തരാനുണ്ട്. NDA ചാലക്കുടി മണ്ഡലം സ്ഥാനാർത്ഥി ചാർലി പോൾ ശബരിമല മുൻ മേൽശാന്തി AV ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ വസതിയിൽ സന്ദർശനം നടത്തി. ചാർലി പോളിന് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി തിരഞ്ഞെടുപ്പ് ചിഹ്നമായ ചക്ക സമ്മാനിച്ചു. അഡ്വക്കേറ്റ് ആശ രാമദാസ്, ഷാജുമോൻ വട്ടേക്കാട്, TV പ്രജിത്ത് എന്നിവരും സ്ഥാനാർത്ഥിയോടൊപ്പം ഉണ്ടായിരുന്നു. മറ്റു വാർത്തകളിലേക്ക്.
പാലപ്പിള്ളി കാരിക്കുളത്ത് ബൈക്കിൽ കാട്ടുപന്നി ഇടിച്ച് ബൈക്ക് യാത്രക്കാരന് പരിക്കേറ്റു. കാരിക്കുളം ചെട്ടിയാൻ തൊടി 38 വയസ്സുള്ള മുഹമ്മദ് റാഫിക്കാണ് പരിക്കേറ്റത്. ഞായറാഴ്ച രാത്രി 9 മണിയോടെ കാരികുളം 907 ജാറം വഴിയിൽ വെച്ചായിരുന്നു സംഭവം. റോഡിലേക്ക് ചാടിയ കാട്ടുപന്നി ബൈക്കിൽ പാഞ്ഞുവന്ന് ഇടിക്കുകയായിരുന്നു. നാട്ടുകാർ ചേർന്ന് മുഹമ്മദ് റാഫിയെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബൈക്കിൽ നിന്നും തെറിച്ചു വീണ യുവാവിൻ്റെ തലയ്ക്കാണ് പരിക്കേറ്റത്. ഒരാഴ്ച മുൻപാണ് മുഹമ്മദ് റാഫി ഗൾഫിൽ നിന്നും വന്നത്. സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് പോകുന്നതിനിടെയാണ് അപകടം. മേഖലയിലെ രൂക്ഷമായ കാട്ടുപന്നി ശല്യത്തിന് പരിഹാരം കാണണമെന്ന ആവശ്യം ഏറെക്കാലമായി നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ടെങ്കിലും ഇതുവരെയും അധികൃതർ നടപടിയെടുത്തിട്ടില്ലെന്ന ആരോപണവും ഉയരുന്നുണ്ട്. യുവാവിൻ്റെ ചികിത്സാ ചെലവുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വനം വകുപ്പ് വഹിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അളഗപ്പ് നഗർ പഞ്ചായത്തിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായിട്ടും നടപടി സ്വീകരിക്കുന്നില്ലെന്ന് ആരോപിച്ച് LDF അംഗങ്ങൾ രംഗത്തെത്തി. പഞ്ചായത്തിന് മുൻപിൽ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധ സമരം. കുടിവെള്ളക്ഷാമം രൂക്ഷമായിട്ടും കുടിവെള്ളം വിതരണം ചെയ്യാത്തത് പഞ്ചായത്ത് അധികൃതരുടെ അനാസ്ഥയാണെന്ന് ആരോപിച്ചാണ് LDF അംഗങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ പ്രതിഷേധിക്കുകയും പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ പ്രതിഷേധം സംഘടിപ്പിക്കുകയും ചെയ്തത്. കുടിവെള്ളക്ഷാമം നേരിടുന്ന പ്രദേശങ്ങളിൽ കുടിവെള്ളം വിതരണം ചെയ്യാൻ പഞ്ചായത്തിനെ ചുമതലപ്പെടുത്തിയ സംസ്ഥാന സർക്കാരിന്റെ സർക്കുലർ ഫെബ്രുവരി 9 വന്നിട്ടുള്ളതാണെന്ന് അംഗങ്ങൾ പറഞ്ഞു. എന്നാൽ പഞ്ചായത്ത് അധികൃതർ ഇത് മറച്ചുവെക്കുകയും പിന്നീട് തങ്ങളിത് പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട പ്രകാരമാണ് ടെൻഡർ ഇടാൻ പഞ്ചായത്ത് തയ്യാറായതെന്നും പ്രതിഷേധക്കാർ പറഞ്ഞു. മാർച്ച് 18 മുതൽ കുടിവെള്ളം വിതരണം ചെയ്തു തുടങ്ങിയത് പഞ്ചായത്ത് അംഗങ്ങളെ അറിയിച്ചില്ലെന്നും 18, 19, 20, 21, 22 തീയതികളിൽ UDF വാർഡുകളിലേക്ക് മാത്രം വെള്ളം വിതരണം ചെയ്തുവെന്നും ഇടതംഗങ്ങൾ കുറ്റപ്പെടുത്തി. ഇത് തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണെന്നും പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും വെള്ളമില്ലെന്നിരിക്കെയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ഭാഗ്യവതി ചന്ദ്രന്റെ സ്വജന പക്ഷപാത നിലപാടെന്നും അവർ കുറ്റപ്പെടുത്തി. പഞ്ചായത്ത് അംഗങ്ങളായ VK വിനീഷ്, വിജീഷ്, സജന ഷിബു, ഉഷാദേവി, സാഹിത്യ ജിതേഷ്, സുമ ഉണ്ണികൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഫെബ്രുവരി മാസം 9 സംസ്ഥാന സർക്കാർ കുടിവെള്ളം വിതരണം ചെയ്തു കൊള്ളാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സർക്കാരിൻ്റെ സർക്കുലർ ഇവിടെ പഞ്ചായത്തിനകത്ത് വന്നിട്ടുള്ളതാണ്. പക്ഷേ സർക്കുലർ ഒരു 1.5 മാസക്കാലം ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ മറച്ചു വെച്ച് ഇവിടെ കുടിവെള്ളക്ഷാമം വളരെ അതിരൂക്ഷമായി നിലനിൽക്കുന്ന ഈ പ്രദേശങ്ങളിൽ പോലും കുടിവെള്ളം വിതരണം ചെയ്യുന്നൊരു സംവിധാനം ഇല്ലാത്തതിൻ്റെ ഭാഗമായി ഇപ്പോൾ LDFൻ്റെ പഞ്ചായത്ത് മെമ്പർമാർ കഴിഞ്ഞ ഈ ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ വരുന്നതിന് തൊട്ട് മുൻപുള്ള പഞ്ചായത്ത് കമ്മിറ്റിയിൽ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവസാനം ടെൻഡർ ഇടാനായിട്ട് പഞ്ചായത്ത് അധികൃതർ ഇതുമായി ബന്ധപ്പെട്ട് തയ്യാറായത്. അപ്പോൾ ഞങ്ങൾ ശക്തമായി ആവശ്യം ഉന്നയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ടെൻഡർ ഇട്ട് അതിൻ്റെ നടപടികൾ കഴിഞ്ഞ് ടെൻഡർ എടുത്തതിന് ശേഷം 18-ാം തീയതി മുതൽ ഇവിടെ പഞ്ചായത്തിനകത്ത് വിതരണം ചെയ്തു. പക്ഷേ ഞങ്ങൾ LDFൻ്റെ പഞ്ചായത്ത് മെമ്പർമാരായിട്ടുള്ള 7 പേരും ഈ പഞ്ചായത്ത് ഭരണത്തിലിരിക്കുന്ന ഈ ഭരണകൂടം ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ മറ്റുള്ള മെമ്പർമാർ ആരുമായി കൂടി ആലോചിക്കാതെ ഏതൊക്കെ വാർഡുകളിലാണ് ഇത് വിതരണം ചെയ്യുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഒരു രൂപരേഖ തയ്യാറാക്കിയില്ല. 18-ാം തീയതി മുതൽ 22-ാം തീയതി വരെ ഈ ഇലക്ഷൻ സമയത്ത് UDFൻ്റെ വാർഡുകളിൽ മാത്രം കുടിവെള്ളം വിതരണം ചെയ്യുന്ന ഒരു സാഹചര്യം. അതിലും അവിടുത്തെ പഞ്ചായത്ത് മെമ്പർമാർക്കും നാട്ടുകാർക്കും പരാതിയുണ്ട്. ആകെ ഒരു വണ്ടി വെള്ളം മാത്രമാണ് വളരെ അതിരൂക്ഷമായിട്ടുള്ള കുടിവെള്ളക്ഷാമമുള്ള പ്രദേശങ്ങളിൽ പോലും വിതരണം ചെയ്തത്. അതായത് ഇത് പല ഘട്ടങ്ങളിലായിട്ട് പഞ്ചായത്ത് ഭരണസമിതിയുടെ മുൻപാകെ ഞങ്ങൾ ഇടതുപക്ഷ അംഗങ്ങൾ വിഷയം ഉന്നയിച്ചതാണ്. അതിനുശേഷം കഴിഞ്ഞ ദിവസം വാട്ടർ ടാങ്കിൽ വെള്ളം വിതരണം ചെയ്യുന്ന സാഹചര്യം തുടങ്ങിയിട്ട് പോലും കൃത്യമായി അത് നിർവഹിക്കാൻ കഴിയുന്നില്ല. മാത്രമല്ല അത് UDF അംഗങ്ങളുടെ വാർഡുകളിൽ മാത്രം വിതരണം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത് കടുത്ത പ്രതിഷേധത്തിന് ഇട നൽകുകയാണ് ചെയ്തിട്ടുള്ളത്. നാട്ടിലെ കുടിവെള്ള പ്രശ്നം സാധാരണക്കാരൻ്റെ പ്രശ്നമാണ്. അത് എല്ലാ വാർഡുകളിലും തുല്യമായ അവകാശമുള്ളതാണ്. അത് ബന്ധപ്പെട്ട കാര്യങ്ങൾ ബന്ധപ്പെട്ട ഭരണസമിതിയുടെ ചുമതലക്കാർ അത് കൃത്യമായി നിർവഹിക്കണമെന്നുള്ളത് തന്നെയാണ് ഈ പ്രതിഷേധത്തിലൂടെ LDF അംഗങ്ങൾക്ക് പൊതുമധ്യത്തിൽ പറയാനുള്ളത്. തൃശൂർ തലോർ പാതയിൽ നിയന്ത്രണം വിട്ട തടി ലോറി മറിഞ്ഞ അപകടം. യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. തിങ്കളാഴ്ച പുലർച്ചെ 3 മണിയോടെ തലോർ ശ്രീനാരായണ സ്റ്റോപ്പിന് സമീപമായിരുന്നു സംഭവം. ടയർ പൊട്ടിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട ലോറി മറിയുകയായിരുന്നു. ഡ്രൈവറും സഹായിയും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. അപകടത്തിൽ പാമ്പുക്കാടൻ ചന്ദ്രന്റെ വീട്ടുമതിലും ഗേറ്റും തകർന്നു. വൈദ്യുത പോസ്റ്റുകൾ ഒടിഞ്ഞു വീണു.
കേബിൾ വയറുകളും പൊട്ടിയ നിലയിലാണ്. പുലർച്ചെ 3 മണിക്കാണ് വണ്ടി എടുത്തത്. ഭയങ്കര സൗന്ദര്യമാണ് വണ്ടി വീണത്. വീടിൻ്റെ മതിലും ഗേറ്റും പോയിട്ടുണ്ട്. കേബിൾ ലൈൻ പോയി. KCBയിൽ 2 കണക്ഷൻ പോയി. ഞങ്ങളുടെ തന്നെ 2 കണക്ഷൻ പോയി. 2 കേബിൾ പോയി. ഞങ്ങളുടെ കേബിൾ പോയി. കോഴിക്കോട് നിന്നും പെരുമ്പാവൂരിലേക്ക് പോവുകയായിരുന്ന തടിലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. കോഴിക്കോട് സ്വദേശിയുടേതാണ് വാഹനം. റോഡരികിനോട് ചേർന്ന് ലോറി മറിഞ്ഞതിനാൽ മേഖലയിൽ കാര്യമായ ഗതാഗതക്കുരുക്ക് ഉണ്ടായില്ല. മണ്ണമ്പേട്ട വട്ടനാത്രയിൽ പാലിയേക്കര ടോൾ പ്ലാസ മാനേജരായ പുതുക്കാട് സ്വദേശി ശ്യാംലാൽ പാർത്ഥസാരഥിയെ ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയും കാർ തല്ലി തകർക്കുകയും ചെയ്ത സംഭവത്തിലെ 2 പേർക്കെതിരെ വരന്തരപ്പള്ളി പോലീസ് കേസെടുത്തു. കല്ലൂർ മാവിൻചോട് സ്വദേശി പ്ലാപ്പള്ളി വിഷ്ണു, ആമ്പല്ലൂർ സ്വദേശി ജിയോ എന്നിവർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത്. വ്യാഴാഴ്ച രാത്രി 10:30 വട്ടനാത്ര സഹകരണ ബാങ്കിന് മുൻപിലായിരുന്നു കേസിനാസ്പദമായ സംഭവം. പ്രതികളും പരിക്കേറ്റ ശ്യാംലാലും സുഹൃത്തുക്കളായിരുന്നു. മുൻവൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമായി പറയുന്നത്. ഫോണിൽ വിളിച്ചു വരുത്തിയ ശേഷമായിരുന്നു അപ്രതീക്ഷിത ആക്രമണം. മറ്റൊരു സുഹൃത്തിനൊപ്പം വട്ടനാത്രയിൽ കാത്തുനിൽക്കുകയായിരുന്ന ശ്യാംലാലിനെ ഹോക്കി സ്റ്റിക്കുമായി എത്തിയ പ്രതികൾ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. അസഭ്യം പറഞ്ഞുകൊണ്ട് കാറിന്റെ മുൻവശത്തെയും 2 ഡോറുകളുടെയും ചില്ലുകൾ അടിച്ചു തകർത്തു. തുടർന്ന് ശ്യാംലാലിനെ കാറിൽ നിന്ന് വലിച്ചിറക്കി മർദ്ദിക്കുകയായിരുന്നു. ആക്രമണത്തിൽ കാലിന് സാരമായി പരിക്കേറ്റ ശ്യാംലാൽ ഓടി രക്ഷപ്പെട്ട് ഒരു ബൈക്ക് യാത്രക്കാരന്റെ സഹായത്തോടെയാണ് ആശുപത്രിയിൽ എത്തിയത്. ഇരിങ്ങാലക്കുട രൂപത കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കനകമല തീർത്ഥാടനം സംഘടിപ്പിച്ചു. രൂപത പ്രസിഡന്റ് ഡേവിസ് ഊക്കൻ, വൈസ് പ്രസിഡന്റ് ജോസഫ് തെക്കൂടൻ, സെക്രട്ടറി ജിജോ തോമസ്, യൂത്ത് വിംഗ് കൺവീനർ സിജോ ബേബി, കത്തോലിക്ക കോൺഗ്രസ് രൂപത PRO ഷോജൻ ഡി വിധേയത്തിൽ, ഷിബു ആട്ടോക്കാരൻ, പീറ്റർ ആലങ്ങാട്ടുകാരൻ, ജോസ് കുറുകുറ്റിക്കാരൻ, ജോജി ചുള്ളി എന്നിവർ നേതൃത്വം നൽകി. രൂപതയിലെ വിവിധ ഇടവകയിൽ നിന്നുള്ള നിരവധി പേർ തീർത്ഥാടനത്തിൽ പങ്കെടുത്തു. തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ ഭാഗമായി തോക്കുകൾ പോലീസിൽ സറണ്ടർ ചെയ്തതോടെ അളഗപ്പ നഗർ പഞ്ചായത്തിലെ കർഷകർ പ്രതിസന്ധിയിൽ. കൃഷി നശിപ്പിക്കുന്ന കാട്ടുപന്നികളെ വെടിവെക്കാൻ സർക്കാർ നിയോഗിച്ച ഷൂട്ടർമാർക്ക് തോക്കില്ലാത്ത സാഹചര്യമായതിനാൽ കാട്ടുപന്നികൾ വ്യാപകമായി കൃഷി നശിപ്പിക്കുകയാണ്. അളഗപ്പ നഗർ പഞ്ചായത്തിലെ 2, 3 വാർഡുകളിലും പൂക്കോട്, വട്ടനാത്ര, പച്ചളിപ്പുറം മേഖലകളിലുമാണ് കാട്ടുപന്നി ശല്യം അതിരൂക്ഷമായിരിക്കുന്നത്. വാഴകൾ ഓരോ ദിവസവും 10ഉം 20ഉം എണ്ണമാണ് കാട്ടുപന്നികൾ കുത്തിമറിക്കുന്നത്. കൃഷി സംരക്ഷിക്കാൻ ഷൂട്ടർമാരെ വിളിക്കുമ്പോഴാണ് തിരഞ്ഞെടുപ്പ് പ്രമാണിച്ച് തോക്കുകൾ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ച വിവരം കർഷകർ അറിയുന്നത്. പഞ്ചായത്ത് തലത്തിൽ അംഗീകൃത ഷൂട്ടർമാരെ നിയോഗിച്ചിട്ടുണ്ടെങ്കിലും ആയുധമില്ലാത്തതിനാൽ അവർക്കും ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ്. ഇലക്ഷൻ കഴിഞ്ഞ് തോക്കുകൾ തിരികെ ലഭിക്കുമ്പോഴേക്കും തങ്ങളുടെ കൃഷിയിടത്തിൽ ഒരു വാഴ പോലും ബാക്കിയുണ്ടാവില്ലെന്ന് കർഷകർ ആശങ്കപ്പെടുന്നു. എൻ്റെ പേര് സിജോ അമ്പൂക്കൻ. ഞാൻ 2ാം വാർഡിലും അളഗപ്പ നഗർ ഗ്രാമപഞ്ചായത്ത് 2ാം വാർഡ് 3ാം വാർഡിൽ കൃഷികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് കാട്ടുപന്നികളുടെ അതിക്രമമാണ്. ഇപ്പോൾ ദിനം പ്രതി ഒരു 10ഉം 20ഉം വാഴ വെച്ച് ഡെയിലി നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു 2-3 മാസം പ്രായമായ വാഴകളാണ് ഇത് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് പഞ്ചായത്തിൽ പരാതി പറഞ്ഞപ്പോൾ ഗവൺമെൻറ് അംഗീകൃത ഷൂട്ടർമാരെ നിയോഗിച്ചിട്ടുണ്ട്. പക്ഷേ അവരുടെ തോക്കുകൾ ഇപ്പോൾ ഇലക്ഷൻ പ്രമാണിച്ച് പിടിച്ചു വച്ചിരിക്കുകയാണ്, ഗവൺമെൻറ്റിലേക്ക് ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്ക് ഷൂട്ടർമാരെ വിളിക്കുമ്പോൾ കിട്ടുന്നില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് ഗവൺമെൻറ് ഈ ഒരു കാര്യത്തിൽ ഇടപെടണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നമുക്ക് കൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സാഹചര്യമായി. ഇതുപോലെ 10ഉം 20ഉം വാഴ വെച്ച് ദിവസേന നശിപ്പിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞ് വരുമ്പോഴേക്കും വാഴകളെല്ലാം കഴിയുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കഠിനാധ്വാനം ചെയ്തിറക്കിയ കൃഷി കൺമുന്നിൽ നശിക്കുന്നത് നോക്കി നിൽക്കേണ്ടി വരുന്ന ഗതികേടിലാണ് ഇവിടുത്തെ കർഷകർ. കാട്ടുപന്നികൾ പെറ്റുപെരുകി കൃഷി പൂർണ്ണമായും നശിപ്പിക്കുന്ന സാഹചര്യത്തിൽ ഷൂട്ടർമാർക്ക് തോക്കുകൾ തിരികെ നൽകാൻ സർക്കാർ പ്രത്യേക അനുമതി നൽകണമെന്നാണ് കർഷകരുടെ ആവശ്യം. ഈ വിഷയത്തിൽ അധികാരികൾ എത്രയും വേഗം ഇടപെടണമെന്നും കർഷകർ ആവശ്യപ്പെടുന്നു. നമസ്കാരമുണ്ട്. പൂക്കോട്, വട്ടനാത്ര, പച്ചളിപ്പുറം, പാടശേഖര മേഖലയിൽ ഉള്ള കൃഷിക്കാരാണ് ഞങ്ങൾ.
വ്യാപകമായിട്ടുള്ള പന്നി ശല്യമുണ്ട്. 2 തെരഞ്ഞെടുപ്പുകൾ, ആദ്യം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് ഇപ്പോൾ കഴിഞ്ഞു. ഇപ്പോൾ കേരള അസംബ്ലിയിലേക്കുള്ള MLA-മാരെ തിരഞ്ഞെടുക്കുന്ന ഇലക്ഷൻ വരുന്നു. ഈ പ്രക്രിയയിലൂടെ അധികാരപ്പെടുത്തിയിട്ടുള്ള കാട്ടുപന്നികളെ കൊല്ലാനുള്ള ഷൂട്ടർമാരുടെ ഗണ്ണുകൾ ഗവൺമെൻറ് അധികാരികൾ സറണ്ടർ ചെയ്യാൻ ഉത്തരവ് പുറപ്പെടുവിച്ചു. അത് ഈ മേഖലയിലുള്ള കൃഷിക്കാർക്ക് ഭയങ്കര പ്രയാസം ഉണ്ടാക്കുന്നൊരു കാര്യമായി. ഈ ഷൂട്ടർമാർ ഈ തോക്കുകൊണ്ട് പന്നികളെ മാത്രമേ വെടിവെക്കുന്നുള്ളൂ, വേറെ അക്രമകരമായിട്ടുള്ളൊരു പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നില്ല. കൃഷിക്കാരുടെ എല്ലാ കാർഷിക വിളകളെയും കാട്ടുപന്നികൾ പെറ്റുപെരുകി നശിപ്പിക്കുന്ന വ്യാപകമായിട്ടുള്ള ഒരു പ്രയാസത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് ഞങ്ങൾ കൃഷിക്കാർ ഈ തോക്കുകൾ വീണ്ടും അനുവദിച്ച് അധികാരപ്പെടുത്തിയിട്ടുള്ള ഷൂട്ടർമാരെ നിയമാനുസൃതമായി കാട്ടുപന്നികളെ ഉന്മൂലനം ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാക്കി തരണമെന്ന് ഞങ്ങൾ കൃഷിക്കാരുടെ വളരെ ആവേശത്തോടു കൂടി, വളരെ ജിജ്ഞാസയോടു കൂടി ഞങ്ങളൊരു അഭ്യർത്ഥന നടത്തുകയാണ്. അതിനുള്ള അധികാരികൾ നടപടികൾ എടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വ്യാപകമായ പന്നിശല്യം പറഞ്ഞ മാതിരി തന്നെ എല്ലാ സമയത്തും ഇത് ഉള്ള കാരണം കൊണ്ട് എത്രയും പെട്ടെന്ന് നാശത്തിൽ നിന്ന് കർഷകർക്ക് ഇത് വലിയൊരു സറണ്ടർ ചെയ്ത് തോക്ക് തിരിച്ചെടുക്കാനുള്ള സംവിധാനം ചെയ്തു തരണം. ഇലക്ഷൻ കഴിഞ്ഞ് അതിന്റെ റിസൾട്ട് വരുന്നവരെ കാത്തിരുന്നാൽ വ്യാപകമായ നഷ്ടം സംഭവിക്കാൻ സാധ്യതയുള്ളതിനാൽ അടിയന്തരമായി സറണ്ടർ ചെയ്ത അംഗീകൃത ഷൂട്ടർമാരുടെ മുഴുവൻ തോക്കുടമകൾക്കും കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലുന്നതിന് ജില്ലാ ഭരണകൂടം അനുമതി നൽകണമെന്ന് കർഷക ഭാരവാഹികളുടെ കൂട്ടായ്മ ആവശ്യപ്പെട്ടു. ഇതു സംബന്ധിച്ച് പുതുക്കാട്, അളഗപ്പനഗർ, തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ ജില്ലാ ഭരണകൂടത്തിന് രേഖാമൂലം കത്ത് സമർപ്പിച്ചിട്ടുണ്ട്. കൂടാതെ KK രാമചന്ദ്രൻ MLA ജില്ലാ കളക്ടർക്ക് കത്ത് നൽകിയിരുന്നു. ജില്ലാ ഭരണകൂടം അടിയന്തരമായി ഗ്രാമപഞ്ചായത്ത് നിയോഗിച്ച അംഗീകൃത ഷൂട്ടർമാർക്ക് നിയമപരമായി കാട്ടുപന്നികളെ കൊല്ലുന്നതിന് അനുമതി കൊടുക്കുന്നതിന് ചാലക്കുടി ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറുടെ ശുപാർശ അടിയന്തരമായി പരിഗണിക്കണമെന്നും കർഷകർ ആവശ്യപ്പെട്ടു. 6 വർഷമായി അടച്ചിട്ടിരിക്കുന്ന അളഗപ്പ ടെക്സ്റ്റൈൽസ് അടക്കമുള്ള NTC മില്ലുകൾ തുറന്ന് പ്രവർത്തിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് തൊഴിലാളികളുടെ പ്രതിഷേധം. മിൽ അടച്ചതിന്റെ 6ാം വാർഷിക ദിനത്തിൽ മിൽ ഗേറ്റിൽ സംയുക്ത ട്രേഡ് യൂണിയൻ സമിതിയുടെ നേതൃത്വത്തിൽ ധർണ സംഘടിപ്പിച്ചു. പ്രതിഷേധ പരിപാടികൾ DCC ജനറൽ സെക്രട്ടറി K. ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. AITUC യൂണിയൻ ജനറൽ സെക്രട്ടറി K. ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി. CITU യൂണിയൻ ജനറൽ സെക്രട്ടറി ആന്റോ ഇല്ലിക്കൽ മുഖ്യപ്രഭാഷണം നടത്തി. K. രാധാകൃഷ്ണൻ, ER മുരളി, KD ഷാജി എന്നിവർ പ്രസംഗിച്ചു. 8 മില്ല് തുറന്ന് 3 മാസം കഴിഞ്ഞപ്പോൾ ഫണ്ടില്ല, മില്ലുകളൊക്കെ അടച്ചു. ഇന്ന് ഇന്ത്യയിൽ ടെക്സ്റ്റൈൽ വ്യവസായത്തിന് പല പ്രശ്നങ്ങളുണ്ട്. പക്ഷേ NTCയെ സംബന്ധിച്ചിടത്തോളം ഈ മില്ലുകൾ തുറന്ന് പ്രവർത്തിപ്പിക്കാൻ വേണ്ടി യാതൊരു നടപടിയും ഇവിടെ എടുക്കുന്നില്ല. അടുത്ത ബ്രാൻഡ് സൂചിപ്പിച്ച പോലെ തന്നെ ഇതിനകത്തുള്ള അഴിമതി കഥകൾ അതിപ്പോൾ നമ്മളെപ്പോലുള്ള ട്രേഡ് യൂണിയന് പ്രാദേശികമായിട്ട് അയച്ചു തന്നിട്ട് നമ്മളെല്ലാം എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇവർ തമ്മിലുള്ള കിടമത്സരം, ഉദ്യോഗസ്ഥ തരത്തിലുള്ള കിടമത്സരം, ആ കിടമത്സരത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇതുപോലുള്ള കാര്യങ്ങൾ ഉണ്ടാവുന്നത്. അത് നോക്കി കാര്യങ്ങൾ ചെയ്യേണ്ടത് ടെക്സ്റ്റൈൽ മന്ത്രാലയമാണ്. അവരുടെ ഭരണത്തിൽ നീക്കില്ല. ഇവിടെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ 2 മില്ല്, കേരളത്തിലെ 5 മില്ലുകളാണ് നിലവിൽ അടഞ്ഞെടുക്കുന്നുണ്ട്. പാർവതി മുമ്പ് അടച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ജോലി ചെയ്യുന്ന ജീവനക്കാർ അവർ പിരിഞ്ഞു പോകുമ്പോൾ ഗ്രാറ്റുവിറ്റി അവർ കിട്ടുന്നില്ല. ഒരു കൊല്ലമായിട്ട് ഗ്രാറ്റുവിറ്റി കിട്ടിയില്ലെങ്കിൽ അതിന് പലിശ ഇല്ല. അതുപോലെ ശമ്പളം കിട്ടുന്നില്ല. ഇപ്പോൾ 4 മാസം ശമ്പളം ഇപ്പോൾ 1 മാസം പോകുന്ന ഇപ്പോൾ ഒരു 3 മാസം വന്നു. ഇനി എന്തെന്ന് നമുക്ക് ആരോടും പറയാനും പറ്റില്ല. കിലയുടെ സഹകരണത്തോടെ വരാക്കര ഭാരതീയ പട്ടികജാതി കലാക്ഷേത്രം സർവീസ് സഹകരണ സംഘം നടത്തുന്ന സൗജന്യ കരകൌശല നിർമ്മാണ പരിശീലനത്തിന് തുടക്കമായി. ചടങ്ങിൽ സംഘം പ്രസിഡന്റ് NV അയ്യപ്പൻ അധ്യക്ഷനായി. ഭരണസമിതി അംഗം KB മുരളി, സംഘം സെക്രട്ടറി ബിബിത സുധീഷ്, കില ലെക്ചറർ റഷീദ്, ഇൻസ്ട്രക്ടർ ബിൻജി എന്നിവർ പ്രസംഗിച്ചു. ഈറ്റ, മുള എന്നിവയിലുള്ള പരിശീലനമാണ് നൽകുന്നത്. മാർച്ച് 25-ന് സമാപിക്കും. സാധാരണ രീതിയിൽ ഗ്രാമപഞ്ചായത്തുകള്, ബ്ലോക്ക് പഞ്ചായത്തുകള്, മുനിസിപ്പാലിറ്റികളൊക്കെ കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ കുടുംബശ്രീ എല്ലാം കേന്ദ്രീകരിച്ച് പരിശീലനം നടത്തുന്ന ഒരു സമ്പ്രദായമായിരുന്നു ഞങ്ങൾക്കുണ്ടായിരുന്നത്. അപ്പൊ ആദ്യമായിട്ട് ഞാൻ വന്നതിന് ശേഷം 2018 വന്നത്. അതിനുശേഷം ആദ്യമായിട്ടാണ് ഇങ്ങനെ സംഘങ്ങളോ അല്ലെങ്കിൽ ക്ലബുകളോ ഒക്കെ കേന്ദ്രീകരിച്ച് ഇങ്ങനെയുള്ള പരിശീലനം നടത്തുന്നത്. അപ്പൊ അതിൽ അതിയായ സന്തോഷമുണ്ട്.
ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, കിലയെ സംബന്ധിച്ചിടത്തോളം, കില എന്ന് പറയുന്നത് മുളങ്കുന്നത്തുകാവുണ്ട്, മണ്ണുത്തി ഉണ്ട്, കൊട്ടാരക്കര ഉണ്ട്, തളിപ്പറമ്പുണ്ട്, സെന്ററുകൾ അങ്ങനെ ഒരുപാടുണ്ട്. ഇപ്പോൾ കില മണ്ണുത്തി സെന്ററിനെ സംബന്ധിച്ചിടത്തോളം 1953 തുടങ്ങിയത്. സ്വാതന്ത്ര്യം കിട്ടി താമസിയാതെ തുടങ്ങിയിട്ടുള്ള ഒരു സെന്ററാണ് കില മണ്ണുത്തി സെന്റർ. അതിനുശേഷമാണ് മുളങ്കുന്നത്തുക സെന്റർ തുടങ്ങിയിട്ടുള്ളത്. 1953 ഞങ്ങൾ എക്സ്റ്റൻഷൻ വികസന പരിശീലന കേന്ദ്രങ്ങൾ രാജ്യത്തുടനീളം, ഇന്ത്യയിലുടനീളം സ്ഥാപിക്കപ്പെട്ടതിൽ അതിലൊന്ന് മണ്ണുത്തിയിൽ സ്ഥാപിക്കപ്പെട്ടു. 2 വർഷത്തോളമായി ഞാൻ കിലയിലൊരു അപ്പോയിന്റ്മെന്റ് കൊടുത്തിട്ട് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട്, ക്ലാസ്സിൽ ചേരാൻ, പഠിക്കാൻ. എത്ര പഠിച്ചാലും തീരാത്തൊരു കരകൗശല വസ്തുക്കൾ ബാമ്പു വെച്ചിട്ട്. എൻ്റെ അമ്മയാണ് ഇതിന്റെ ഗുരു. അമ്മയും ഞാൻ ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ RCT ക്ലാസ് എടുക്കാൻ പോകുന്ന ടീച്ചറാണ്. കേരളത്തിലെ 14 ജില്ലകളിലും ക്ലാസ് എടുക്കാൻ പോകുന്നത്. എൻ്റെ അമ്മമാരാണ് ഇരിക്കുന്നത്. അമ്മമാർക്ക് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി ഏറ്റവും കൂടുതൽ പ്രായമല്ല. എൻ്റെ 5 വർഷമായി ക്ലാസ് എടുക്കാൻ തുടങ്ങിയിട്ട് ഏറ്റവും കൂടുതൽ പ്രായമുള്ള ഒരു അമ്മേനെയും കൂടി കിട്ടിയിട്ട് എനിക്ക്. അപ്പൊ ഒരു വർക്ക് പഠിക്കുമ്പോ അതല്ല നിൽക്കുന്നത്. ഞാൻ ഈ വർക്ക് മാത്രമല്ല ചെയ്യുന്നത്. എന്റെ സ്വയം തൊഴിൽ എന്ന് പറയുന്നത് എന്റെ ഹാൻഡിക്രാഫ്റ്റ് വർക്കാണ്. ഇത് കൂടാതെ ടൈലറിങ്ങും പറഞ്ഞു കൊടുക്കാന്നാണ്. അപ്പൊ നമ്മൾ വീട്ടിലിരിക്കുന്ന ആൾക്കാർക്ക് സൈഡായിട്ട് കൈത്തൊഴിലായിട്ട് ഒരു വർക്ക് പഠിച്ചാൽ മതി. ആ വർക്ക് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ക്രാഫ്റ്റ് വർക്കിൽ മേഖലയിൽ നല്ല പുരോഗതി ഉണ്ട്. കഴിഞ്ഞ ആഴ്ചയും കൂടി ഞാൻ ഓരോ വർക്ക് ട്രിവാൻഡ്രത്തേക്ക് ഡോക്ടേഴ്സിന് വർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞാൽ അപ്പൊ തന്നെ അടുത്ത ഓർഡർ കിട്ടാം. നമ്മൾ ഓരോ വർക്കുകൾ കാണുന്നതിനനുസരിച്ച് നമ്മുടെ കയ്യിലിരിക്കുന്ന കഴിവുകൾ പുറത്തോട്ട് എടുക്കുന്നുള്ളൊരു പരമ്പരാഗത തൊഴിൽ കൂടിയാണ് ഹാൻഡിക്രാഫ്റ്റ് വർക്ക്. ഭാരതീയ പട്ടികജാതി കലാക്ഷേത്രം സർവീസ് സഹകരണ സംഘം സ്ഥാപിതമായിട്ട് ഏകദേശം 40-42 വർഷത്തോളമായിട്ടുണ്ട്. സംഘത്തിനെ സംബന്ധിച്ചോളം ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ആദ്യമായിട്ടല്ല. ചൂരൽ ഫർണിച്ചർ, കൊട്ട നിർമ്മാണം, ഡോറിന്റെ കൊത്തുപണികൾ എന്നീ കലാപരമായ രംഗത്തുള്ള നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ മുൻപും ചെയ്തിട്ടുള്ളതാണ്. പിന്നീട് എപ്പോഴോ ഇതിന്റെ സാമൂഹിക അവസ്ഥകൾ മോശമായ പൂട്ടിപ്പോയതാണ്. എന്നാൽ നമ്മൾ സർവസജ്ജമായിട്ട് പ്രവർത്തനം തുടങ്ങിയിട്ട് ഇപ്പോൾ 3-4 വർഷമായി വിവിധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് മുന്നോട്ട് പോകുന്നതിനിടയിലാണ് കിലയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയൊരു കരകൗശല ശില്പ പട്ടികജാതി പട്ടിക വർഗ അംഗങ്ങൾക്ക് വേണ്ടി ഈറ്റ, മുള എന്നിവ ഉപയോഗിച്ചുകൊണ്ടുള്ള കരകൗശല ഉൽപ്പന്നങ്ങളുടെ പരിശീലന കളരിയാണ് ഇവിടെ ആരംഭിക്കാൻ പോകുന്നത്. ഇന്ന് തുടങ്ങി തിങ്കൾ, ചൊവ്വ, ബുധനാഴ്ച അവസാനിക്കുന്ന ഈ പരിപാടി വാര്യർ സമാജം തലോർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വാർഷിക ആദരണീയം പരിപാടി സംഘടിപ്പിച്ചു. പാരമ്പര്യ കഴുകുകാർക്ക് വേണ്ടി വാര്യർ സമാജം തലോർ യൂണിറ്റ് ഏർപ്പെടുത്തിയ വാർഷിക കഴുകശ്രേഷ്ഠ പുരസ്കാരം 40 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള ചിറ്റിച്ചാത്തക്കുടം ശ്രീദേവി വാരസ്യാർക്ക് സമർപ്പിച്ചു. റിട്ടയർഡ് പുതുക്കാട് ആശുപത്രി സൂപ്രണ്ടും 20 വർഷമായി പുതുക്കാട് സുസ്ഥിര പാലിയേറ്റീവ് കെയർ മെഡിക്കൽ ഓഫീസറുമായ ഡോക്ടർ CN നളിനിയെ വാര്യർ സമാജം ആദരിച്ചു. സമാജമംഗങ്ങൾ ദാനം ചെയ്ത ഉപയോഗയോഗ്യമായ വസ്ത്രങ്ങൾ വിദ്യാധരന്റെ നേതൃത്വത്തിൽ പാലിയേറ്റീവ് കെയർ പ്രവർത്തകർ ഏറ്റുവാങ്ങി. വാര്യർ സമാജം അക്ഷയ വിദ്യാഭ്യാസ സഹായം അർഹരായ 3 കുട്ടികൾക്ക് തൈക്കാട്ടുശ്ശേരി ALP സ്കൂളിന്റെ മാനേജർ പ്രൊഫസർ ശങ്കരൻകുട്ടി, കോർഡിനേറ്റർ ധരണീധരൻ എന്നിവർ ചേർന്ന് കൈമാറി. വാര്യർ സമാജം പ്രസിഡന്റ് E. രാജേഷ്, സെക്രട്ടറി മോഹൻദാസ് രാമവാര്യർ, ട്രഷറർ ശാലിനി എന്നിവരും മറ്റു ഭാരവാഹികളും പരിപാടികൾക്ക് നേതൃത്വം നൽകി. പെരുമ്പിലാവിലുണ്ടായ വാഹനാപകടത്തിൽ കയ്പമംഗലം സ്വദേശിയായ യുവാവ് മരിച്ചു. കയ്പമംഗലം 12 സ്വദേശി കളരിക്കൽ വീട്ടിൽ വിജയന്റെ മകൻ അനൂപാണ് മരിച്ചത്. 42 വയസ്സായിരുന്നു. ഞായറാഴ്ച അർദ്ധരാത്രിയോടെ തൃശൂർ കുറ്റിപ്പുറം പാതയിലെ പെരുമ്പിലാവ് പ്രിയ സെന്ററിന് സമീപമായിരുന്നു അപകടം. നിർത്തിയിട്ടിരുന്ന ലോറിക്ക് പിന്നിൽ അനൂപ് സഞ്ചരിച്ചിരുന്ന ബൈക്ക് നിയന്ത്രണം തെറ്റിയിടിച്ചാണ് അപകടമുണ്ടായത്. ഉടൻ തന്നെ പെരുമ്പിലാവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. പെരുമ്പിലാവ് ഭാഗത്തുള്ള ബന്ധുവീട്ടിലേക്ക് പോകുന്നതിനിടെയായിരുന്നു അപകടം. കാലാവസ്ഥ.
ഇന്ന് കൂടിയ ചൂട് 35 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 24 ഡിഗ്രി സെൽഷ്യസ്. കേരള സർക്കാർ സ്ഥാപനമായ കേരള സ്റ്റേറ്റ് റൂട്രോണിക്സ് തിരുവനന്തപുരം, ആറ്റിങ്ങൽ അംഗീകൃത പഠന കേന്ദ്രങ്ങളിൽ 1 വർഷം 6 മാസം 3 മാസം ദൈർഘ്യമുള്ള ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് കോഴ്സിലേക്ക് SSLC +2 ഡിഗ്രി പാസ്സായവരിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. വിശദ വിവരങ്ങൾക്ക് 7994926081 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 12,835 രൂപ, പവന് 1,02,680 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തിരഞ്ഞെടുപ്പ് ചിത്രം പൂർണ്ണം, പത്രികാ സമർപ്പണം പൂർത്തിയായി, സൂക്ഷ്മ പരിശോധന ചൊവ്വാഴ്ച. NDA മറ്റത്തൂർ പഞ്ചായത്ത് തല കൺവെൻഷൻ സംഘടിപ്പിച്ചു. പാലപ്പിള്ളിയിൽ ബൈക്കിൽ കാട്ടുപന്നി ഇടിച്ച് ബൈക്ക് യാത്രക്കാരന് പരിക്ക്, പരിക്കേറ്റത് കാരിക്കുളം സ്വദേശിക്ക്. അളഗപ്പ് നഗർ പഞ്ചായത്തിൽ കുടിവെള്ളക്ഷാമത്തിന് നടപടിയില്ലെന്നാരോപിച്ച് LDF അംഗങ്ങൾ രംഗത്ത്, പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം. തൃശൂർ തലോർ പാതയിൽ നിയന്ത്രണം വിട്ട തടി ലോറി മറിഞ്ഞ അപകടം, യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. പാലിയേക്കര ടോൾ പ്ലാസ മാനേജറെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തിൽ 2 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. 6 വർഷമായി അടച്ചിട്ടിരിക്കുന്ന അളഗപ്പ ടെക്സ്റ്റൈൽസ് അടക്കമുള്ള NTC മില്ലുകൾ തുറന്ന് പ്രവർത്തിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് തൊഴിലാളികളുടെ പ്രതിഷേധം. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.